പ്രിയപ്പെട്ട കർഷകരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ പച്ചക്കറി കൃഷിയും മറ്റനുബന്ധ വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ധാരാളം കീടരോഗബാധകൾ നമ്മുടെ കൃഷിയിടങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തിയ കാർഷിക വിളകളിൽ ഉണ്ടാകുന്ന കീടരോഗബാധകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശാസ്ത്ര ശാഖയുടെ പിൻബലത്തോടു കൂടിയുള്ള ഒരു കൃഷിരീതിയാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള ഒരു കീടരോഗ നിയന്ത്രണ മാർഗമാണ്. അപ്പോൾ വളരെ മനോഹരമായി ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു കൃഷിയിടമാണിത്. അപ്പോൾ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ വരുമാനത്തിന് വേണ്ടി നമ്മൾ മുഖ്യമായി നടുന്ന വിളകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമായ വിളകളുടെ ചുറ്റുമോ അല്ലെങ്കിൽ ഇടവിളയായിട്ടോ നമ്മൾ ആകർഷണ വികർഷണ വിളകൾ, അട്രാക്റ്റീവ് ക്രോപ്സുകളും അല്ലെങ്കിൽ റിപ്പലൻറ്റീവ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കാർഷിക വിളകൾ നട്ടുവളർത്തിക്കൊണ്ട് നമ്മുടെ വിളകളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി നമുക്ക് ഏതൊക്കെ ചെടികളാണ് നമ്മുടെ കൃഷിയിടത്തിൽ നടാമെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നമുക്ക് ചോളം നടാം, സൂര്യകാന്തി നടാം, തുളസി നടാം, മേരിഗോൾഡ് നടാം. അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ചെടികൾ നമ്മുടെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് തോട്ടത്തിൻ്റെ ചുറ്റും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മേരിഗോൾഡ് ഇതൊരു തക്കാളി തോട്ടമാണ്. തക്കാളിയാണ് മുഖ്യ വിളയായിട്ട് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ചുറ്റും മേരിഗോൾഡ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് രസമാണെന്നറിയത് കാണാനായിട്ട്. മേരിഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ക്രോപ്പാണ്. മേരിഗോൾഡും അതുപോലെ തന്നെ സൂര്യകാന്തിയൊക്കെ ഒരു അട്രാക്റ്റീവ് ക്രോപ്പാണ്. സൂര്യകാന്തിയും മേരിഗോൾഡൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നോക്കിപ്പോൾ അത്രയ്ക്ക് മനോഹരമായ നിറമാണ്. അപ്പോൾ അതുപോലെ തന്നെ കീടങ്ങളും നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇങ്ങനെ മുഖ്യ വിളകളെ ആക്രമിക്കാൻ പറന്നു വരുന്ന കീടങ്ങൾ ഈ പൂക്കളുടെ ആകർഷണ ശക്തിയായിട്ട് കീടങ്ങൾ ഈ പൂക്കളിലേക്ക് വന്നിരിക്കുകയും സ്വാഭാവികമായി ഈ പുഷ്പചെടികളിൽ മാത്രം കീടനാശിനികൾ അടിച്ചുകൊണ്ട് കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് വലിയൊരു മെത്തേഡാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കീടങ്ങൾ ഈ ആകർഷണ വിളകളിൽ വന്നിരിക്കുകയും ഇതിൽ മാത്രം മരുന്നടിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ വിളകളിൽ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ചുകൊണ്ട് നല്ല പച്ചക്കറികൾ നമ്മുടെ തോട്ടങ്ങളിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും ഇതുപോലത്തുള്ള കെണിവിളകൾ നടുമ്പോൾ മുഖ്യവിള നടുന്നതിന് 20 ദിവസം മുമ്പെങ്കിലും കെണിവിള നടണം. കാരണം കെണിവിളകൾ പാകമായി വരുമ്പോൾ കീടങ്ങളെല്ലാം ഭക്ഷണത്തിനായി കെണിവിളകളിലേക്ക് വരികയും സ്വാഭാവികമായി ഇതിൽ മാത്രം മരുന്നടിച്ചുകൊണ്ട് നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മുഖ്യവിളയ്ക്ക് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു പച്ചമുളക് തോട്ടമാണ്. ഇവിടെ പച്ചമുളക് തോട്ടത്തിലും നന്നായിട്ട് 4 വശവും ചോളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചോളത്തിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയല്ല. അപ്പോൾ അതിനെ നമുക്ക് പുറത്തു നോക്കിയാൽ കാണാനും അതിന് സൂര്യപ്രകാശമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ചോളത്തിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിളകൾ, കെണിവിളകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മുഖ്യ വിളകളോട് കൂട്ടിക്കലർത്തി നമുക്ക് വേണമെങ്കിൽ കെണിവിളകൾ നടാം. അല്ലെങ്കിൽ ഇതുപോലെ 4 ചുറ്റും തോട്ടത്തിന് ചുറ്റും നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ചോളം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഇതുപോലെ ചോളം നട്ടുകൊണ്ടോ സൂര്യകാന്തി നട്ടുകൊണ്ടോ അതുപോലെ തന്നെ നമുക്ക് തുളസി നടാം. തുളസി ഒരു റിപ്പലൻ്റ് ക്രോപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ തുളസിയുടെ സ്മെല്ല്, എല്ലാ മനുഷ്യർക്കും തുളസിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ കീടങ്ങൾക്ക് തുളസിയുടെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബോർഡറായിട്ട് തുളസി നട്ടുപിടിപ്പിക്കാം. പാവലാണ് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ പാവൽ തോട്ടത്തിന് കെണിവിളയായിട്ട് ഇതുപോലെ പാവൽ നടുന്നതിന് ഒരു 20 ദിവസം മുമ്പ് നമുക്ക് പടവലം നട്ടുപിടിപ്പിക്കും. പാവലിലും പടവലത്തിലും വരുന്ന കീടങ്ങളെന്ന് പറഞ്ഞാൽ സെയിമാണ്. പടവലമാണ് മുഖ്യവിളയായിട്ട് നടുകയാണെങ്കിൽ 20 ദിവസം മുമ്പ് പാവൽ കെണിവിളയായിട്ട് നടുക. ഇങ്ങനെ നമുക്ക് ഒരു കൃഷിയിൽ ഒരു ബുദ്ധിപരമായ മാനേജ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ നന്നായിട്ട് കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിലൂടെ പരമാവധി കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെ നന്നായിട്ട് കടുകാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കടുക് തോട്ടത്തിൻ്റെ മുൻവശത്തായി ഇവിടെ തുളസി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കടുക് ചെടികൾ ആക്രമിക്കാൻ വരുന്ന കീടങ്ങളെ തുരത്തുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ തുളസി ചെടികൾ നട്ടിട്ടുണ്ട്. ഇതിനൊരു റിപ്പലൻ്റ് ക്രോപ്പായിട്ടാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. നമ്മളിതുപോലെ കെണിവിളകളായി പിടിപ്പിക്കുന്ന വിളകളിലായിരിക്കും കൂടുതൽ കീടങ്ങളുടെ അറ്റാക്ക് ആദ്യമേ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിളകളിൽ മാത്രം കീടനാശിനികൾ പ്രയോഗിച്ചുകൊണ്ട് ഇതിനെ സ്പോട്ട് സ്പ്രേയിങ് എന്നാണ്. ഈ സ്പോട്ടിൽ മാത്രം കീടനാശിനി പ്രയോഗിക്കുന്നതിന് സ്പോട്ട് സ്പ്രേയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യ വിളകളെ നമുക്ക് പരമാവധി കീടനാശിനികളൊന്നും പ്രയോഗിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും.